രീതിയിലൊക്കെ ഈ സിനിമയെ കൊണ്ടുപോകണമെങ്കിൽ അത് മമ്മൂക്കയെ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കണമെങ്കിൽ അത് ഒരിക്കലും സാധിക്കില്ല. കാരണം മമ്മൂക്കയെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. കാരണം പുള്ളിക്കാരൻ കഴിവ് തെളിയിച്ചോണ്ടിരിക്കണം എന്താണെന്നൊക്കെ. എല്ലാവർക്കും സിനിമയുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പൊ നമ്മൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം കൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലും ചാനൽ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ നേരെ വീഡിയോയിലും ഫ്രം സിനിമ മീഡിയ. അപ്പൊ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. അപ്പൊ ഈ പടത്തിനെ പറ്റി പറയണമെങ്കിൽ ഒറ്റ വാക്കില് പറയണമെങ്കിൽ കിട്ടു വേറെ ലെവലായിട്ട്. കാരണം ഈ പടം എന്താണ്, ഈ പടം ഏതൊക്കെയാണ് പടം. കാരണം എന്താ മേക്കിങ്, എന്താ സ്ക്രീൻ പ്ലേ, എന്താ ആക്ടിങ്. മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരൻ പിന്നെയും കഴിവ് കാണിച്ചോണ്ടിരിക്കണേ. ഈ പടം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഒരു നോർമൽ രീതിയിൽ പോകുന്ന ഒരു പടമല്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്ലീൻ ഷേവ് സാധനമോ അല്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി. അത് ഈ പടത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ പടം എങ്ങനെയാണ് പോണെന്നൊക്കെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് തന്നെ ഈ സിനിമ. പക്ഷെ ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കാരണം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിക്കോളൂ. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ പടം. ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ എക്സ്പീരിയൻസ്. കാരണം ഈ സിനിമ എടുത്തക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം വാസുദേവ് മേനോനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ നീരജ് എന്ന് പറയുന്ന ഒരു പുള്ളി എനിക്കറിഞ്ഞൂടാ, അങ്ങനെ എന്തൊക്കെയാണ് തുടങ്ങുന്നത്. ആ ഒരു വ്യക്തിയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഡയലോഗ്സ് ഒക്കെ ഗൗതം വാസുദേവ് മേനോനാണ്. പിന്നെ മമ്മൂട്ടി കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ ഇതിലെ ആക്ഷൻസ് ഒക്കെ ഇതെന്താണ് നിങ്ങൾ ചിലവരാലോചിക്കും, ഇതെന്താണ് ഇങ്ങനെ പയ്യെ, എന്താണ് കയ്യൊക്കെ പോണ ഭയങ്കര പയ്യെ, നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇടിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും. അതിനെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയാലിറ്റി എന്താണ് എന്നാണ് അവർ കാണിച്ചത്. അതായത് പോയിട്ട് നമ്മുടെ റോക്കി ബാഗ് ചെയ്യണ പോലെ പറന്നു വന്നിട്ട് ചാടിടിക്കല്, പറന്നിടിക്കല്, അതൊന്നും അല്ല. ഇത് അവിടെ എങ്ങനെയാണ് ഇടിക്കണെന്ന് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള പോലീസുകാരൻ എങ്ങനെ ഇടിക്കും, എങ്ങനെയാണ് പുള്ളിക്കാരൻ ഇടിക്കാൻ പറ്റുന്നത് എന്നാണ് അവിടെ കാണിച്ചിരുന്നത്. അല്ലാണ്ട് റോക്കി ബായിനെയൊക്കെ പോലെയൊന്നും ചാടി പറന്നൊന്നും ഇടിക്കാൻ പറ്റില്ല. അവരിപ്പോ ഈ സിനിമയിൽ ഇവര് കാണിച്ചെന്ന ആക്ഷനാണ്, അതൊക്കെയാണ് ആക്ഷൻ. കാരണം റിയൽ നോക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഇടിക്കത്തുള്ളൂ. അതാണ് അവരത് പറഞ്ഞത്, അതാണ് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണെങ്കിൽ മമ്മൂക്ക വേറെ ലെവല്. പിന്നെ ഗോകുൽ സുരേഷും കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള പുള്ളിക്കാരന്റെ അവസാനമായിട്ട് ഇരിക്കുമ്പോൾ വന്ന പടം എന്ന് പറയുന്നത് ഗഗനാചാരി എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ കിഡിലനായിരുന്നു, ഇതിലും പൊളിച്ചിട്ടുണ്ട്. അപ്പോ ഈ പടം കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പടം വലുതായിട്ടൊന്നും നിങ്ങൾ രേഖാചിത്രം എന്ന് പറയുന്നത് അതൊരു വേറെ ഒരു രീതിയിലുള്ള കഥ, ഇതും വേറെ രീതിയിലുള്ള കഥ. അങ്ങനത്തെ ഒരു സിനിമ രേഖാചിത്രം, അഞ്ചാം പാതിര അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇട്ട് നിങ്ങൾ ഒരു സിനിമ ഒരിക്കലും കമ്പയർ ചെയ്ത് നോക്കരുത്. കാരണം അത് വേറെ, ഇത് വേറെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അടിപടം കാണുക. പിന്നെ സിനിമയുടെ മ്യൂസിക് ആയാലും കിടിലം തന്നെയായിരുന്നു. ആ ഒരു ക്ലൈമാക്സിലൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. കാരണം ആ ഒരു സംഭവം അവിടെ അങ്ങനെ ഒരു മ്യൂസിക് അവിടെ വെച്ചത് കൊണ്ട് തന്നെ അത് ഒത്തിരി കുറച്ചും കൂടി നന്നായിട്ട് വന്ന് വേറെ ലെവലായിരുന്നു ക്ലൈമാക്സ് ഒക്കെ. ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നു സിനിമയുടെ ഇത്. കാരണം നമ്മള് വിചാരിക്കൂല ഇതെങ്ങനെ പോണേ. അപ്പൊ നമ്മൾ ക്ലൈമാക്സ് എന്റെ ആളിയാ, ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല സിനിമയുടെ ക്ലൈമാക്സ്. കാരണം അത് വേറെ രീതിയാണ്, ആക്ച്വലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ. അപ്പോ പടം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കാം, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പടം കാണാണ്ട് നിങ്ങൾ ഈ ലീക്ക്ഡ് പ്രിന്റ് ഒക്കെ ഇരുന്ന് കാണാം, ടെലിഗ്രാമിൽ വരുമല്ലോ, അപ്പൊ ഇതൊക്കെ കാണാം എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യില്ലേ. നിങ്ങൾ നേരെ തിയേറ്ററിലോട്ട് വിട്ടോ, നിങ്ങൾ ഒരിക്കലും ഇത് നിരാശപ്പെടുത്തില്ല. പിന്നെ ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോമഡി. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ
ത്രില്ലർ മൂവിയാണ്. അതിൻ്റെ ഇടയിൽ ഇവർ കോമഡി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ അത് കോമഡിയും ത്രില്ലറും കൂടി അത് ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് മരാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അങ്ങനെ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പടം മൊത്തത്തിൽ പോയി. പക്ഷെ ഈ പടം കോമഡി ത്രില്ലർ വേറെ ലെവൽ. ഇതൊരു പക്കാ കോമഡി പടം ഒന്നും പറയില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കോമഡി ഉണ്ട്, ചിരിക്കാനുള്ള കോമഡിയൊക്കെ കുറേ ഉണ്ട് ഈ സിനിമയിൽ. സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു കോമഡി കൊണ്ടുവരുമ്പോൾ അത്ര മനോഹരമായിട്ട് എടുത്തു വെക്കണത് കിട്ടില്ല ആയിട്ട് എനിക്ക് പടം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഈ സിനിമയിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം കണ്ടതിനപ്പ എൻ്റെ അളിയ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ 2025 തുടങ്ങിയതിൽ എന്താണ് മലയാളം സിനിമ കണ്ടതിൽ തന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം അത് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ്. കിടിലം. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോക്ക് വരുന്നുണ്ട്. ഒരു മിന്നായം പോലെ വന്നിട്ട് ഇതിങ്ങനെ വന്ന് പോകണം, അതാണ് പുള്ളി. പക്ഷെ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖൊക്കെ സിനിമയുടെ തുടക്കത്തിൽ വരുന്നുണ്ട്. കൊള്ളായിരുന്നു ആ ഒരു സംഭവം. സിദ്ദിഖൊക്കെ വന്നിട്ട് സിദ്ദിഖ് ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ വേറെ ലെവലായിരുന്നു. കിട്ടിയിട്ടുണ്ട്. മമ്മൂക്കയെ നല്ലൊരു ഡയറക്ടറിന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഞാൻ വെറുതെ പറയണല്ല, പടം കണ്ടവയ്ക്കാണെങ്കിൽ മനസ്സിലാവും. കാരണം ഒരു സർപ്രൈസ് ഹിറ്റ് തന്നെ. നമ്മുടെ ടർബോ സിനിമയെ നോക്കുകയാണെങ്കിലും അതിലെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല, ആക്ഷൻസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സിനിമയ്ക്ക് ശേഷം വരുന്ന ഒരു പടം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. വേറെ ലെവൽ ഐറ്റം തന്നെയാണ് ഈ സിനിമ. അപ്പൊ ഇത്രേ ഉള്ളൂ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടാകെ ഒരു സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ ഇങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാൻ ബൈ ഗൈസ്. ഓക്കെ ബൈ, പുതിയ വീഡിയോ കാണാം.